Hello friends. നമ്മളേറെ കാത്തിരുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നടത്തുന്ന PSC എക്സാമിന്റെ സിലബസ് കഴിഞ്ഞ ദിവസം PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതേ സിലബസ് തന്നെയാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1-നും കോമൺ ആയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിലബസിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ KSEB സബ് എഞ്ചിനീയറിന്റെ പോസ്റ്റിലേക്ക് എക്സാം വിളിച്ചിരുന്നത് കാറ്റഗറി നമ്പർ 403/2022-ലാണ്. അതേപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് വിളിച്ചിരുന്നത് കാറ്റഗറി നമ്പർ 481/2020-ആണ്. അപ്പൊ ഈ രണ്ട് എക്സാംസിന്റെയും ഇപ്പൊ സിലബസ് ഇപ്പൊ പബ്ലിഷ് ചെയ്തത് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 11-ാം തീയതിയാണ്. ഈ വരുന്ന 11-ാം തീയതി ആണ് കൺഫർമേഷൻ നമുക്ക് കൊടുക്കാനുള്ള അവസാന തീയതി. ഇപ്പൊ മാക്സിമം മാർക്സ് ഈ എക്സാംസിന് വരുന്നത് 100 ആണ്. അതേപോലെ ടൈം ഓഫ് എക്സാമും 1 hour 30 minutes ആണ്. ഇനി നമ്മൾ സിലബസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 50 മാർക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്നും 50 മാർക്സ് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്നുമാണ് ഇപ്പോഴത്തെ പുതിയ സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓർ സിവിലിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിരുന്നു. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ മിക്കതും സിവിൽ എഞ്ചിനീയറിംഗുമായി കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ആകെ തെർമോഡൈനാമിക്സ് എന്നൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അതും 7 മാർക്കിന് വേണ്ടി വരുന്ന തെർമോഡൈനാമിക്സ് എന്ന പോർഷൻ മാത്രമേ ഉള്ളൂ മെക്കാനിക്കലുകാർക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സിലബസിലേക്ക് കടക്കാം. അപ്പൊ മൊഡ്യൂൾ 1-ലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഗ്രാഫിക്സിൽ കോമൺ ആയിട്ട് പഠിക്കുന്ന കോണിക് സെക്ഷൻസ്, അതേപോലെ പ്രൊജക്ഷൻസ്, സ്കെയിൽസ്, ഡയഗണൽ സ്കെയിൽസ്, അതേപോലത്തെ വേരിങ് സ്കെയിൽസ്, ഇവയൊക്കെയാണ് ഗ്രാഫിക്സിൽ പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് 6 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നത് നമ്മുടെ ബേസിക്സിൽ വരുന്ന ഫോഴ്സസ്, ഫോഴ്സ് സിസ്റ്റംസ്, അതേപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പിന്നെ ഫ്രിക്ഷൻ, ഇവയൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 2-ൽ വരുന്നത്. അപ്പൊ മൊഡ്യൂൾ 2 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 9 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 3-ൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ ബേസിക്സിൽ പഠിക്കുന്ന സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, അതേപോലെ സിവിലിൽ കൂടുതലും വരുന്ന ബീംസിന്റെ ടൈപ്സ് ഓഫ് ബീംസ്, അതിന്റെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ്, അതേപോലെ കോളം, സ്ട്രട്സ്, യൂലേഴ്സ് തിയറി, അതേപോലെ സ്ലെൻഡർനെസ് റേഷ്യോ, പിന്നെ വെൽഡഡ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ 3rd മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 10 മാർക്കാണ്. ഇനി മൊഡ്യൂൾ 4-ല് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് സിവിലിലും മെക്കാനിക്കലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബേസിക്സ്, ഫ്ലൂയിഡ്സിന്റെ ഓരോ പ്രോപ്പർട്ടീസ്, അതേപോലെ ലോസ്, പ്രഷർ മെഷർമെന്റ്, അതേപോലെ മെറ്റാസെൻട്രിക് ഹൈറ്റ്, ബോയൻസി, അതേപോലെ തന്നെ നമ്മുടെ പിറ്റോ ട്യൂബ്, നോച്ചസ്, വിയേഴ്സ്, അതേപോലെ ബെർണോളിസ് തിയറം, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ് ഇതിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഡൈമെൻഷണൽ അനാലിസിസ് എന്ന ടോപ്പിക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിന് 9 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 5-ല് ഹൈഡ്രോളിക് മെഷീൻസ് ആണ് വരുന്നത്. ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ഹൈഡ്രോളിക് ടർബൈൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ്, ഇവയുടെ വർക്കിംഗ്, സ്പെസിഫിക് സ്പീഡ്സ്, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് 9 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 6-ൽ വരുന്ന തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്ക് മാത്രമാണ് മെക്കാനിക്കൽ സ്റ്റുഡൻസിന് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. അതായത് സിവിലിനും മെക്കാനിക്കലിനും കോമൺ ആയിട്ട് വരാത്ത പോർഷൻ ഇതിൽ വരുന്നത് ഈ ഒരു മൊഡ്യൂൾ 6 മാത്രമേ ഉള്ളൂ. ഈ മൊഡ്യൂൾ 6-ന് 7 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ എന്തൊക്കെയാ വരുന്നത് നോക്കാം. മെക്കാനിക്കലുകാർക്ക് ബേസിക് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. അതായത് സൈക്കിൾസ്, നമ്മുടെ പല സൈക്കിൾസ് ഉണ്ട്. ഓട്ടോ സൈക്കിൾ, കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അപ്പൊ ഇങ്ങനത്തെ സൈക്കിൾസ്, അതേപോലെ തെർമോഡൈനാമിക് ലോസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോസ്, എനർജി ബാലൻസ് ഇക്വേഷൻ, പമ്പ്സ്, ടർബൈൻസിലൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അതേപോലെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസും എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻസും, പിന്നെ ടൈഡൽ പവർ, ജിയോ തെർമൽ, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ 7 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് 2 സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് കടക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ 50 മാർക്സ് ആണ് ടോട്ടലി വരുന്നത്. അപ്പൊ ഇതിൽ മൊഡ്യൂൾ 1-ൽ നമുക്ക് സർവേയിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിന്റെ നമ്മളൊന്ന് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സർവേയിങ്ങിൽ വന്നിരിക്കുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് സർവേയിങ്, ലെവലിംഗ്, തിയോഡലൈറ്റ് സർവേ ഒക്കെ എസ്പെഷ്യലി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. തിയോഡലൈറ്റ് സർവേയിങ്, അത് വെച്ചിട്ടുള്ള മെഷർമെന്റ്സ്, അതേപോലെ GPS, നമ്മുടെ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള മെഷർമെന്റ്സ്,
ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS ഇവ വെച്ചിട്ടുള്ള മെഷർമെന്റ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 2, അപ്പൊ മൊഡ്യൂൾ 1 സർവേയിങ്ങിന് നമുക്ക് 8 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 2 ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ആണ്. അപ്പൊ ഇതില് നമ്മുടെ പ്രൊവിഷൻസ്, അതായത് നമ്മുടെ സേഫ്റ്റി പ്രൊവിഷൻസ് ഇതൊക്കെയാണ് ബിൽഡിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിൽഡിംഗ് പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റൂൾസ്, റെഗുലേഷൻസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ KMBR റൂൾസ് എന്നൊക്കെ എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ബിൽഡിംഗ് കോഡ്സ് ഓർ KMBR ഓർ KPBR റൂൾസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റൂൾസിന്റെ ഒക്കെ പ്രൊവിഷൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബിൽഡിംഗ് ലേഔട്ട്സ്, അതേപോലെ ഇലക്ട്രിക്കൽ ലേഔട്ട് ഇവയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ, മൊഡ്യൂൾ 2-ൽ നിന്ന് അലോട്ട് ചെയ്തിരിക്കുന്നത് 5 മാർക്കാണ്. ഇനി മൊഡ്യൂൾ 3-ൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടൈൽസ്, ബ്രിക്സ്, ഫ്ലോറിംഗ് ഇവയെക്കുറിച്ച്, ടിമ്പർ ഇവയെക്കുറിച്ചൊക്കെയുള്ള ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് മെറ്റീരിയൽസ് തന്നെ ഗ്രാനൈറ്റ്, മാർബിൾ, ക്ലേ ടൈൽസ് ഇവയെന്നൊക്കെ എടുത്ത് സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വാട്ടർ പ്രൂഫിംഗ്, പെയിന്റ്സ്, പ്ലാസ്റ്റർ ഓഫ് പാരിസ്, അഗ്രോ വേസ്റ്റ് മെറ്റീരിയൽസ് ഇവയും ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യലി പ്രോസസ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് ആർട്ടിഫിഷ്യൽ ടിമ്പർ, MDF, HDF, PVC ഫോം ബോർഡ്സ്, അതേപോലത്തെ കുറച്ച് പുതിയ ടോപ്പിക്സുകളിലൂടെ ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൂടാതെ തന്നെ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസിൽ എന്ന ഒരു ഹെഡിങ്ങിൽ വരുന്ന പോർഷൻസ് ആണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫംഗ്ഷൻ, ബിൽഡിംഗ് കോമ്പണൻസ്, അതിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ്, അതായത് സബ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന പല കോമ്പണൻസ്, അതിന്റെ ഫംഗ്ഷൻസ്, അതേപോലെ തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷൻസ്, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, പിന്നെ ചില റൂഫിംഗ് മെറ്റീരിയൽസ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റൂഫിംഗ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കോമ്പണൻസ്, അതേപോലെ തന്നെ വിൻഡോസ്, ടൈപ്സ് ഓഫ് ഡോർസ് ഇവയെല്ലാം ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ 10 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 4-ൽ കോൺക്രീറ്റ് ടെക്നോളജി തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോൺക്രീറ്റ് ടെക്നോളജിയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിൽ വരുന്ന 3 ഇൻഗ്രീഡിയൻസ്, ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇവയുടെ എല്ലാം ടെസ്റ്റിങ്ങുകൾ, പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം, ടെസ്റ്റിങ്ങുകൾ, ഫീൽഡ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഫൈനൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ, അതിന്റെ പ്രോപ്പർട്ടീസ് ഇവയെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ടെക്നോളജി എന്ന പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ്, മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതേപോലെ അഡ്മിക്സ്ചേഴ്സ്, ടൈപ്സ് ഓഫ് അഡ്മിക്സ്ചേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് കോൺക്രീറ്റുകൾ, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ്, പിന്നെ അതേപോലെ മാസ് കോൺക്രീറ്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ്, അങ്ങനെയൊക്കെ എടുത്തെടുത്ത് തന്നെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺക്രീറ്റ് ടെക്നോളജിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്സ് 7 മാർക്സ് ആണ്. ഇനി അടുത്തത് വരുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന് 7 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. അഡീഷണലി പുതിയ ടോപ്പിക്സ് എന്ന് പറയാൻ മാത്രമേ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി, ഡെൽറ്റ ഇവയുടെയൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡാംസ് ഇവയുടെയൊക്കെ പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ നമ്മുടെ അക്വിഡക്ട്സ്, നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് പഠിക്കുന്നതാണ്. അക്വിഡക്ട്, സൈഫൺ അക്വിഡക്ട് എന്ന് പല ടൈപ്സ് പഠിക്കുന്നുണ്ടല്ലോ, ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന് 7 മാർക്ക്. മൊഡ്യൂൾ 5 സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 3 തിയറീസ് ഓഫ് ഡിസൈൻ, അതേപോലെ തന്നെ നമ്മുടെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ്, അതേപോലെ തന്നെ 3 സെക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ അണ്ടർ റീൻഫോഴ്സ്ഡ്, ഓവർ റീൻഫോഴ്സ്ഡ് ആൻഡ് ബാലൻസ് സെക്ഷൻസ്, ഇവയുടെയൊക്കെ പ്രോപ്പർട്ടീസ്, പിന്നെ ഫ്ലാഞ്ച്ഡ് ബീംസിന്റെ ഡിസൈൻ, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബീംസിന്റെ ഡിസൈൻ, അതായത് സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം, ഡബിളി റീൻഫോഴ്സ്ഡ് ബീം ഇവരെയൊക്കെ ഡിസൈൻ, ഡിഫ്ലക്ഷൻ കൺസിഡറേഷൻസ്, അതേപോലെ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ്, ആങ്കറേജ്, ഷിയർ, ആങ്കറേജ് ലെങ്ത് ഇവയുടെയൊക്കെ കോഡൽ പ്രൊവിഷൻസ് ഒക്കെ നോക്കേണ്ടതാണ്. പിന്നെ ബോണ്ട്, അതേപോലെ തന്നെ ഡിസൈൻ പോർഷൻ നോക്കുവാണെങ്കിൽ ബീമിന്റെ ഒപ്പം തന്നെ സ്ലാബ്, കോളം ഫൂട്ടിംഗ് ഇവയുടെയൊക്കെ ഡിസൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഡിസൈൻസ്. ഇപ്പൊ ഈ ഒരു മൊഡ്യൂളിന് അലോട്ട് ചെയ്തിരിക്കുന്നത് 6 മാർക്കാണ്. ഇനി അടുത്ത മൊഡ്യൂൾ 6-ൽ വരുന്ന ക്വാണ്ടിറ്റി സർവേയിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അവസാനം മാത്രമാണ് വാല്യുവേഷന്റെ ഒരു പോർഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ തുടക്കത്തിൽ ഒരു 3/4 പോർഷൻസും ക്വാണ്ടിറ്റി സർവേയിങ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന നമ്മുടെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് തന്നെ കുറെ വരുന്നുണ്ട്.
അതേപോലെ തന്നെ കപ്പാസിറ്റി ഓഫ് റിസർവോയർ ഫ്രം കോണ്ടൂർ മാപ്സ് എന്നത് പുതിയ ചെറിയ ടോപ്പിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് ആൻഡ് അറ്റ് ഫീൽഡ്, അതായത് കൺവെയൻസ് ചാർജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടീഷൻസ്, കൺവെയൻസ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, അതേപോലെ തന്നെ CPWD സെൻട്രൽ PWDയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ചില പ്രൊവിഷൻസ്, റൂൾസ് ഓഫ് മെഷർമെന്റ്സ്, അബ്സ്ട്രാക്ട് പ്രിപ്പറേഷൻ ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് RCC ബീംസ്, സ്ലാബ്സ്, കോളംസ്, ബാർ ബെൻഡിംഗ് ഷെഡ്യൂൾസ്, അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ എസ്റ്റിമേറ്റ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ഫോർ സബ്മിഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് വാല്യുവേഷൻ എന്ന ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാല്യുവേഷൻ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ചില ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ബുക്കിംഗ് വാല്യൂസ്, സിങ്കിങ് ഫണ്ട്, ഡിപ്രീസിയേഷൻ, അതേപോലെ സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂളിന് 8 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ മൊഡ്യൂൾ 7 കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് 6 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൽ കണ്ടിട്ടില്ലാത്ത കുറച്ച് പുതിയ ടോപ്പിക്സ് ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ടു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതിന്റെ പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റേജസ്, പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് തിയറി പോർഷൻസ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി, ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്, ഫീസിബിലിറ്റി സ്റ്റഡി, അതേപോലെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്, പിന്നീട് ബഡ്ജറ്റ് സീക്കിംഗ് ഹയർ ബഡ്ജറ്റ് പ്രൊവിഷൻസ്, അതേപോലെ ബിൽ പ്രിപ്പറേഷൻ, അതേപോലെ നമ്മുടെ ഹൈറാർക്കി, PWD അല്ലെങ്കിൽ PSUയിൽ വരുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്, പിന്നെ നമ്മുടെ CPM PERT, നമ്മൾ പൊതുവെ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഈ CPM PERT. അപ്പൊ അതിന്റെ കുറിച്ചുള്ള ടോപ്പിക്സ്, പിന്നെ നമ്മുടെ ബാർ ചാർട്ട്സ്, ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ്. പിന്നീട് കുറച്ച് പുതിയ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടെൻഡർ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ കോൺട്രാക്ട്, നമ്മൾ കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ്, അതിന്റെ കണ്ടീഷൻസ് ഫോർ വാലിഡിറ്റി, ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്, പിന്നെ ഡിപ്പാർട്ട്മെന്റൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ്, കമ്പാരിസൺസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. പിന്നെ വരുന്ന കുറച്ച് പുതിയ ടോപ്പിക്സ് ആണ് ബുക്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ബുക്കിലേക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ സ്റ്റോർസ്, മെറ്റീരിയൽ മാനേജ്മെന്റിൽ സ്റ്റോർ കീപ്പിംഗ്, ഇങ്ങനത്തെ കുറച്ചൊരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 പാർട്സിന്റെയും, പാർട്ട് 1ൽ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പാർട്ട് 2ൽ വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷന്റെ അവസാനം വരുന്ന ഈ തെർമോഡൈനാമിക്സ് എന്ന മൊഡ്യൂൾ ഒഴിച്ചാൽ ബാക്കി എല്ലാതും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും പഠിക്കുന്ന പോർഷൻസ് ആണ്. അപ്പോൾ ഈ എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാവുന്ന ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് 11-ാം തീയതിയാണ്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൺഫർമേഷൻ ഒക്കെ മറക്കാതെ കൊടുക്കുക. താങ്ക് യു.